കുട്ടികളെ നമസ്കാരം. നല്ലൊരു പ്രാസംഗികൻ ചെയ്തു വരുന്ന ഒരു വഴി എന്താണ്? ആദ്യം താൻ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ് എന്ന് പറയാം. പിന്നീട് അത് വിസ്തരിച്ച് പറയാം. അവസാനം താൻ എന്താണ് പറഞ്ഞത് എന്ന് ചുരുക്കി പറയാം. അപ്പോഴാണ് ശ്രോതാക്കൾക്ക് അത് വ്യക്തമായി മനസ്സിലാവും. ഉറവങ്കരയും ബാലോപദേശത്തിലെ ആദ്യ ഖണ്ഡത്തിൽ ഷഡ്രിപുക്കളെ കുട്ടിക്കാലത്ത് തന്നെ ചെറുക്കൊണ്ടതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ ഷഡ്രിപുക്കൾ ആരൊക്കെയാണ്, അവരെ കണ്ടുപിടിക്കാനുള്ള മാർഗം, അവരുടെ ചിഹ്നങ്ങൾ എന്താണ്, പിന്നെ അവരുടെ ശക്തികളും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഇനി ആദ്യ ഖണ്ഡത്തിലെ അവസാനത്തെ ശ്ലോകമായ 67-ാം ശ്ലോകം, അതാണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ ഈ ഖണ്ഡത്തിൽ പറഞ്ഞത് എന്താണെന്ന് ചുരുക്കി പറയുകയാണ്. ഈ 67-ാം ശ്ലോകത്തിൽ നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. പടുത്വമേറുന്നൊരു പണ്ഡിതർക്കും വിടുർത്തുകൂടാത്ത വികാരമാറും തടുത്തു ശീലിക്കുക ബാല്യകാലേ, കടുത്തുപോയാൽ അതുടച്ചുകൂടാ. പടുത്വം ഏറുന്ന ഒരു പണ്ഡിതർക്കും വിടുർത്തുകൂടാത്ത വികാരം ആറും ബാല്യകാലേ തടുത്ത് ശീലിക്കുക, കടുത്തുപോയാൽ അത് ഉടച്ചുകൂടാ എന്നാണ് ഇതിൻ്റെ അന്വയം വരിക. ഇതിൽ ഋഷഭപദങ്ങൾ പടുത്വം എന്ന് പറഞ്ഞാൽ മിടുക്ക്, ബലം എന്നൊക്കെ അർത്ഥം. അറിയില്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കാം. വിടുർത്തുക എന്ന് പറഞ്ഞാൽ വിടർത്തുക, അകറ്റുക, ഒഴിവാക്കുക എന്നർത്ഥം. കടുക്കുക എന്ന് പറഞ്ഞാൽ കോപിക്കുക, വർദ്ധിക്കുക, കടുപ്പമാവുക, മുറുകുക എന്നൊക്കെ അർത്ഥം പറയാം. ഉടയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൊട്ടുക, തകരുക. അപ്പോൾ ഉടയ്ക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നർത്ഥം. ഷഡ്രിപുക്കൾ ആരൊക്കെയാണെന്ന് ഇനി ഞാൻ വീണ്ടും പറയില്ല, അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നോട്ട് പുസ്തകം വീണ്ടും നോക്കാം. പണ്ഡിതൻ എന്നുള്ളത് നമ്മൾ അപണ്ഡിതാനാം എന്നുള്ള സമയത്ത് കണ്ടതാണ്, നിങ്ങൾക്ക് അർത്ഥം അറിയാം. ശീലിക്കുക, അഭ്യസിക്കുക, ഉരുവിട്ടു പഠിക്കുക, പരിചയിക്കുക എന്നൊക്കെ അർത്ഥം. അതും നിശ്ചയില്ലെങ്കിൽ എഴുതി വയ്ക്കാം. ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നാൽ, പടുത്വമേറുന്ന, അതായത് പ്രാഗൽഭ്യം വളരെയുള്ള, കഴിവ് കൂടിയ ഒരു പണ്ഡിതൻ. ഇതിൽ പണ്ഡിതർ എന്നാണ് എഴുതിയത്, പൂജക ബഹുവചനാണ്. അത് കേവലം ഒരു പണ്ഡിതനല്ല, അതിൽ സമാരാധ്യനായിട്ടുള്ള പണ്ഡിതൻ, അതായത് ഏറ്റവും നല്ല അറിവുള്ള ആളെന്നർത്ഥം. അദ്ദേഹത്തിനും വിടുർത്തുകൂടാത്ത, അകറ്റി നിർത്താൻ പറ്റാത്ത അത്രയും ശക്തിയുള്ള വികാരമാറും, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 വികാരങ്ങളെ തടുത്തു ശീലിക്കുക, പ്രതിരോധിക്കാൻ നിത്യേന ശ്രമിക്കുക. അതാണ് ശീലിക്കുക എന്ന് പറഞ്ഞാൽ. അത് ബാല്യകാലത്ത് തന്നെ വേണം, കുട്ടിക്കാലത്ത് വേണം. കുട്ടിക്കാലത്ത് ശീലിച്ചാൽ എളുപ്പം പഠിയും. ചൊട്ടയിലെ ശീലം ചുടല വരെ. വലുതായി കഴിഞ്ഞ് ഒരു പണ്ഡിതനാവാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരും. പക്ഷേ ഈ ഷഡ്രിപുക്കളെ തടുക്കാൻ, ആ ശത്രുക്കളെ ഒഴിവാക്കാൻ അത് പറ്റണമെങ്കിൽ അതിന് കുട്ടിക്കാലത്ത് തന്നെ ശീലിക്കണം. അതാണ് ബാല്യകാലത്ത് തന്നെ ശീലിക്കാൻ പറയുന്നത്. കാരണം കടുത്തുപോയാൽ, അത് ശക്തിപ്പെട്ടു വന്നാൽ പിന്നെ അതിനെ പിഴുതെറിയാൻ വിഷമമാവും. ഒരു ചെടിയെ നുള്ളിക്കളയാൻ എളുപ്പം പറ്റും. അത് ഒരു മരമായി വളർന്നാൽ പിന്നെ കോടാലി മുതലായ ആയുധങ്ങളും അത്യധ്വാനവും വേണം ഒന്ന് മുറിച്ച് മാറ്റണം വെച്ചാൽ.
അടയ്ക്കയാണെച്ചാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒരു ചൊല്ലും തന്നെ ഇല്ലേ. അതിനെ ഉടയ്ക്കാൻ, തകർക്കാൻ, ഒട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും എന്നാണ് ചുരുക്കത്തിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പടുത്വമേറുന്നൊരു പണ്ഡിതർക്കും വിടുർത്തുകൂടാത്ത വികാരമാറും തടുത്തു ശീലിക്കുക ബാല്യകാലേ, കടുത്തുപോയാൽ അതുടച്ചുകൂടാ. കോടതിയിലെ സാക്ഷി പറയാൻ വേണ്ടി വന്ന ഒരാളോട് ന്യായാധിപൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വരുമാനമാർഗം, എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു എന്നാണ്, അല്പം സ്വല്പം കൃഷിയൊക്കെ ഉണ്ട്, പിന്നെ അല്പം മോഷണം. അയാൾക്ക് ഈ മോഷണം എന്നത് ഒരു തെറ്റാണെന്ന ധാരണയേ ഉണ്ടായിരുന്നില്ല. അതാണല്ലോ അങ്ങനെ പറയാൻ കാരണം. അതുമാതിരി ആവരുത് നിങ്ങൾ. ചുരുങ്ങിയ പക്ഷം ഈ പറഞ്ഞ ഷഡ്രിപ്പുക്കൾ എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ് എന്നെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഓരോന്നിനും ഓരോ പ്രതിവിധി ചെയ്യാനുള്ളത് അത് നല്ല പണ്ഡിതരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുകയും ചെയ്യും. ഇപ്പോൾ പറഞ്ഞു ശുണ്ഠി വന്നു, കോപം വന്നു എന്നൊക്കെ പറഞ്ഞ ഉടനെ പോയി കുളിച്ചു വരാൻ പറയും പണ്ട്, അല്ലെങ്കിൽ 100 വരെ എണ്ണാൻ പറയും. അപ്പം എടുത്തു ചാടിയൊന്നും അവരുടെ പ്രത്യേകിച്ച് കോപമുള്ള സമയത്ത്. അതുപോലെ ഈ ഷഡ്രിപുക്കളെ വിജയിക്കാനുള്ള വഴികൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിവ് വയ്ക്കാനും ഇവരൊക്കെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കി പെരുമാറാനും നിങ്ങൾ ശീലിക്കണം. അത് കുട്ടിക്കാലത്ത് തന്നെ ശീലിക്കണം. അല്ലെങ്കിൽ കാരണം എന്താ, വലുതായി നിങ്ങൾക്കൊരു പണ്ഡിതനാവാൻ പറ്റും, പക്ഷേ ഈ ഷഡ്രിപുക്കളെ ജയിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതാണ് ഈ ശ്ലോകം കൊണ്ട് കവി വീണ്ടും എടുത്തു പറയുന്നത്. നമുക്ക് ഈ ശ്ലോകം പഠിച്ചു വയ്ക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.